നമുക്ക് ആദ്യം മീൻകറി ഉണ്ടാക്കാണ്. കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. നാടൻ മീൻകറി എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവ, ഉപ്പ്, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ, കുടംപുളി. ഓക്കെ, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും. പിന്നെ മീൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വറ്റ. ഓക്കെ. അപ്പൊ ഈ മീൻ കറി ചേട്ടന്റെ സ്പെഷ്യൽ ആരെങ്കിലും പഠിപ്പിച്ചു തന്നാണോ? നേരത്തെ തൊട്ട് ഇങ്ങനെ കണ്ടു പഠിച്ചതാ. ചേട്ടൻ്റെതായിട്ടുള്ള ഒന്നും കോൺട്രിബ്യൂഷൻ ഇല്ല? ഉണ്ട്. ഇപ്പം മാറ്റങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്താണ് ആ മാറ്റം? മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ആദ്യം വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് എത്ര കുറേ ഉണ്ടല്ലോ? ഏകദേശം ഒരു 40 മില്ലി ഉണ്ട്. 40-50 മില്ലി വരും. ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ, എണ്ണ ചൂടായി കഴിയുമ്പോൾ ഉലുവ ഇടുവാണ്. ഉലുവ ഒരു 1/4 ടീസ്പൂൺ. ഓക്കെ. ഇപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇടാൻ പോവാണ്. ഓക്കെ. കറിവേപ്പില, പച്ചമുളക് ഇത് ഓൾറെഡി അരിഞ്ഞു വെച്ചിരിക്കുക അല്ലേ? കീറി വെച്ചിരിക്കുക. ഇത് എത്ര? ഒരു 10 ഉണ്ട്. ഇത് മുഴുവൻ ഇട്ടേ? നല്ല എരിവായിരിക്കുമല്ലോ അപ്പോൾ? ഇല്ല. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ മൂക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടും ഇത് മുഴുവൻ ഇടണം? വേണ്ട, ഒരു 2 ടീസ്പൂൺ വീതം. 2 സ്പൂൺ വെളുത്തുള്ളി, അതും 2 സ്പൂൺ വീതം. ഓക്കെ. ഇട്ടതൊക്കെ ഓർമ്മയുണ്ടല്ലോ? വെളിച്ചെണ്ണ, പിന്നെ ഉലുവ ഇട്ടു, കടുക്, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇത്ര ഇട്ട് നന്നായിട്ട് വഴറ്റുക. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുടംപുളി ഒരു പിടി കുടംപുളി ഇട്ടു, മഞ്ഞൾ ഇട്ടു. ഇനി എന്തൊക്കെയാ ഇടാനുള്ളത്? മുളക് പൊടി. പെട്ടെന്ന് ചെയ്യാല്ലേ? എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്. മുളക് പൊടി എത്ര ഇടണ്ടേ? 3 ടീസ്പൂൺ വേണം. 3 ടീസ്പൂണോ? 10 മുളകും പിന്നെ മുളക് പൊടി 3 ടീസ്പൂൺ. നല്ല എരിവായിരിക്കും. അപ്പം ന്യായമായിട്ടുള്ള എരിവ് ഉണ്ടെങ്കിൽ നാളെ കറിയാവുള്ളൂ. എരിവുണ്ടാവുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇത് കഴിച്ചു നോക്കിയിട്ട് അറിയാലോ ന്യായമാണോ അന്യായമാണോ എന്ന്. കഴിച്ചിട്ട് പറയാം. ഇനി അടുത്ത് നമ്മൾ മീൻ ഇടാൻ പോവാണ്. ഏകദേശം 10 പീസ് വലിയ പീസുകളാണ് നമ്മൾ അല്ലേ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ, അതിൽ നമ്മൾ ഉലുവ ഇട്ടു, കടുക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് പച്ചമുളക് ഏകദേശം 10 ഇട്ടു, പിന്നെ കൊടംപുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്ര ഇട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴാണ്. പിന്നെ നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ നന്നായിട്ട് തിളച്ചു വന്നപ്പോൾ മീൻ ഇട്ടു. വളരെ സിമ്പിളാണ് അല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല എരിവുണ്ടായിരിക്കും. അന്യായമാണോ? ന്യായമായിട്ടില്ല, മിതമായ എരിവ്. ചേട്ടന് പറഞ്ഞാൽ മതിയല്ലോ. കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. പക്ഷെ ചുവന്ന മീൻകറിയാണല്ലോ, നാടൻ. ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ലുക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ. ഇത് എത്ര നേരം ഇങ്ങനെ വെക്കണം? ഒരു 10-12 മിനിറ്റ്. 10-12 മിനിറ്റ്. നമ്മുടെ മീൻ കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, തിളച്ചോണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ്, 5-8 മിനിറ്റ് കൂടെ. ആണോ? അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ നമുക്ക് കപ്പ ഉണ്ടാക്കാം ചേട്ടാ. കപ്പ ഉണ്ടാക്കാം. സമയം ലാഭിക്കൂ. അപ്പൊ നമുക്ക് ഇതെടുത്ത് അങ്ങോട്ട് വെക്കാം.
ഓ നടുക്ക് ഭാഗം എടുക്കില്ല, അതിനകത്ത് വേരുണ്ട്, അത് അതെടുക്കില്ല. നാരുണ്ട്, നാര്. ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും ഇടുമോ? മഞ്ഞൾപ്പൊടി ശാലം, മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടും. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുന്നത്. ഇത് എത്ര നേരം എടുക്കും വേവാൻ? ഇതൊരു 5-8 മിനിറ്റ് കൊണ്ട് വേവും. പെട്ടെന്ന് വേവും അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ കപ്പ വെള്ളത്തിൽ കുറച്ച് മഞ്ഞളിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി അത് വെന്ത് കഴിയുമ്പം വെള്ളം ഊറ്റിയെടുക്കുക. അതിനുശേഷം ഇത് ഈ നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന ചതച്ചത് അരക്കയില കണ്ടമാനം ഒരുവിധം ചതച്ചെടുക്കുകയുള്ളൂ. തേങ്ങായ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം. ഓക്കെ, അപ്പൊ ഇതില് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില അല്ലേ? കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുകയാണ്. അധികം അടിക്കണ്ടെന്ന് പറയുന്നത്. ചതച്ചിട്ടിട്ട് ഇതിനി വെള്ളം ഊറ്റി എടുത്തിട്ട് നമ്മൾ അതിനകത്തിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതിൽ ഓൾറെഡി ഇപ്പൊ ഇനി കുഴങ്ങി വരും അല്ലേ? നന്നായിട്ട് കുഴയും. കപ്പ വന്നു, നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞു. ഇനി നമ്മള് നേരത്തെ അരച്ചു വെച്ചത് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു. കുറച്ച് ഉപ്പും അതിന്റെ മേളിൽ വിതറി നന്നായിട്ട്. ഇനി എന്താ ഉടയ്ക്കണം അല്ലേ? ഓക്കെ. സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. ഇത് അന്യായമാണ്. ഇത്രയും നേരം എടുക്കരുത് ഉടയ്ക്കാൻ, പെട്ടെന്ന് ഉടയ്ക്കണം. ഇതിനാണ് നാടൻ എന്ന് പറയുന്നത്. ചേട്ടന് അമ്നീഷ ഉണ്ടോ? ഞാൻ കാര്യം വേണ്ട, നമ്മൾ ഉപ്പിട്ടില്ല മീൻകറിയില്. ചേട്ടാ മറന്നുപോയി. ചേട്ടാ എങ്കിലും ഇത്രയും നാടനാവാൻ പാടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും മീൻകറി നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. കുഴപ്പമില്ല. എത്ര എണ്ണായിരുന്നു? ഒരു ഇത്തിരി. ചേട്ടൻ ഇട്ടോ? എന്നെ വിട്ടുപോയാലും കുഴപ്പമില്ല, അവസാനം അതിൽ ഇട്ടാ മതിയല്ലോ എപ്പോഴെങ്കിലും. ഓക്കെ, അപ്പൊ നമ്മുടെ കപ്പയും റെഡി, മീൻകറിയും റെഡി. ഇനി എന്താണ് അടുത്തെന്താണ്? കഴിച്ചു നോക്കാം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ കപ്പ റെഡി. ഇനി മീൻ. ഈ സ്പൂൺ വെച്ചാണ് അടിക്കും മീൻ എടുക്കണ്ടേ? ഞാൻ എടുത്തോട്ടെ? ഇപ്പം ഞാൻ ചേട്ടനെടുത്തത് എനിക്ക് പീസ് ഇഷ്ടമായില്ലെങ്കിലോ ഒരു ചെറിയൊരു പീസ് മതി എനിക്ക്. വലിയ പീസ് തന്നെ ആയിപ്പോയി. അത് വളരെ ചെറുതായി പോയി ചേട്ടാ. ഇടം മീൻ. എന്തായാലും എനിക്കിത് ടേസ്റ്റ് ചെയ്യാൻ സമയമായി. സ്പൂണ് വേണ്ടല്ലേ? അതൊരു നാടൻ രീതിയിൽ നമ്മൾ സ്പൂണ് കഴിച്ചാൽ നാടനായി മാറിപ്പോവും. അതെ, അപ്പൊ നമ്മളിങ്ങനെ മോഡേൺ ആയിട്ട് കൈ വെച്ച് കഴിക്കാം. അങ്ങോട്ട് കുഴച്ച്. ചേട്ടാ കൊതി വിടാണോ? ചേട്ടൻ ഇവിടെ മീൻ ഒരു പീസ് എടുക്കുവാണ്. ചേട്ടൻ ഇത് ഡെയിലി കഴിക്കുന്നില്ല ചേട്ടാ, ഇങ്ങനെ കൊതി വിടല്ലേ? ഞാൻ വല്ലപ്പോഴും കഴിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ റെഡി? 1 2 3. അടിപൊളി. ചേട്ടനല്ല പറയണ്ട, ഞാൻ പറയണ്ട. അടിപൊളിയായിട്ടുണ്ട്.